നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഫലമറിയാൻ ഇനി 2 ദിനം. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. വാൽപ്പാറ ദുരന്തത്തിൽ ധനസഹായം 10 ലക്ഷം രൂപ വീതം അനുവദിക്കും. മലിനജല പ്ലാന്റ് കവിഞ്ഞൊഴുകുന്നു. താളിക്കാവിൽ കുടിവെള്ളം മുട്ടി. ദുർഗന്ധം അതിരൂക്ഷവും. മുക്കത്ത് വിധവാ പെൻഷൻ എത്തിയ സ്ത്രീ റവന്യൂ ഇൻസ്പെക്ടറെ കടിച്ചു പരിക്കേൽപ്പിച്ചു. കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണൽ ദിനത്തിൽ നിരോധനാജ്ഞ. തിരുവനന്തപുരം മൃഗശാലയിലെ കടുവ ചത്തു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഫലമറിയാൻ ഇനി 2 ദിനം. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്തെ 43 സ്ഥലങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്ന 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. 8:15 തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങുക. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ഇതിനായി ഓരോ ഹാളിലും 7 മുതൽ 14 വരെ മേശകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ സുഗമമാക്കാൻ ഇത്തവണ തപാൽ വോട്ടുകൾക്കായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ ദിനത്തിൽ സംസ്ഥാനത്ത് ക്രമസമാധാനം ഉറപ്പാക്കാൻ DGP കർശന നിർദ്ദേശം നൽകി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകം പെട്രോളിംഗ് നടത്തും. ആവശ്യമെങ്കിൽ വോട്ടെണ്ണൽ ദിനത്തിൽ ചിലയിടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയും ഏജന്റുമാർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഫലങ്ങൾ തത്സമയം ജനങ്ങളിലെത്തിക്കാൻ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ മാധ്യമങ്ങൾക്കായി പ്രത്യേക കേന്ദ്രങ്ങൾ ഒരുക്കി. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചരണങ്ങൾ തടയാൻ സൈബർ സെൽ നിരീക്ഷണം ശക്തമാക്കി. വാൽപ്പാറ ദുരന്തത്തിൽ ധനസഹായം 10 ലക്ഷം രൂപ വീതം അനുവദിക്കും. മലപ്പുറം പാങ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. മരണപ്പെട്ട സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി, പാചകത്തൊഴിലാളി സാജിദ റുക്കിയ ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിക്കുക. മരണപ്പെട്ട മറ്റ് അധ്യാപകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അപകടത്തിൽ മരണപ്പെട്ട അധ്യാപികയുടെ മകൻ മുഹമ്മദ് ഷഹാദീൻ, മറ്റൊരു അധ്യാപികയുടെ മകൾ മസ്നീൻ, വാഹനത്തിന്റെ ഡ്രൈവർ മുഹമ്മദ് ഫാഹിസ് എന്നിവരുടെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കും. ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് തുക ചെലവായിട്ടുണ്ടെങ്കിൽ പ്രസ്തുത തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സ്കൂൾ പ്രവേശനം തുടങ്ങി. കുറഞ്ഞ പ്രായപരിധി 5 വയസ്സ്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾക്ക് തുടക്കം. ജൂൺ 1 ക്ലാസ് തുടങ്ങും. 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 5 വയസ്സാണ്. പ്രവേശനത്തിന് പരീക്ഷ നടത്തരുതെന്നും ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം ഉറപ്പാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് പുസ്തകവും യൂണിഫോമും സൗജന്യം. ഇതിന്റെ പേരിൽ പണം പിരിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. LDF 3-ാം തവണയും അധികാരത്തിൽ വരും. ഭരണവിരുദ്ധ വികാരമില്ല. MV ജയരാജൻ. കേരളത്തിൽ 3-ാം തവണയും LDF അധികാരത്തിൽ വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല. 3-ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന സൂചനകളാണ് എക്സിറ്റ് പോളുകളിലുള്ളത്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരണമെന്നാണ് ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത്. കണ്ണൂരിൽ കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റുകൾ നിലനിർത്തും. പേരാവൂരിൽ ഇത്തവണ പിടിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. DCC മുൻ ജനറൽ സെക്രട്ടറി തോമസ് വർഗീസ് ഉന്നയിച്ച പരാതികൾ അതീവ ഗുരുതരമാണെന്നും വയനാട് ഫണ്ട് വിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവർ തുടർച്ചയായി പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മൊബൈൽ രാഷ്ട്രീയമാണ് നടത്തുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനം രാഷ്ട്രീയമായി ചവറ്റുകുട്ടയിലാണെന്നും MV ജയരാജൻ കൂട്ടിച്ചേർത്തു. മുക്കത്ത്
വിധവ പെൻഷനെത്തിയ സ്ത്രീ റവന്യൂ ഇൻസ്പെക്ടറെ കടിച്ചു പരിക്കേൽപ്പിച്ചു. ഉമ്മയുടെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ മുക്കം നഗരസഭ ഓഫീസെത്തിയ സ്ത്രീയാണ് നഗരസഭ ജീവനക്കാരിയെ കടിച്ച് പരിക്കേൽപ്പിച്ചത്. തടയാനെത്തിയ 2 ജീവനക്കാരികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഫയലുകൾ വാരി വലിച്ചിട്ട് ബഹളമുണ്ടാക്കി. റവന്യൂ ഇൻസ്പെക്ടർ ധന്യ ജയറാമിന്റെ കൈക്കാണ് കടിയേറ്റത്. ആറ്റുപുറം സ്വദേശി യുവതി ഉമ്മയുടെ വിധവ പെൻഷനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യം അന്വേഷിക്കാൻ ശനിയാഴ്ച പകൽ 1 ഓഫീസിലെത്തിയത്. ഉച്ചഭക്ഷണ സമയമായതിനാൽ ജീവനക്കാർ കുറവായിരുന്നു. അന്വേഷണങ്ങൾക്ക് ഒരു ജീവനക്കാരി മറുപടി നൽകുന്നതിനിടെ സ്ത്രീ പെട്ടെന്ന് പ്രകോപിതയാവുകയായിരുന്നു. അതിനിടെയാണ് ധന്യ ജയറാമിനെ ആക്രമിക്കുകയും കടിച്ചു പരിക്കേൽക്കുകയും ചെയ്തത്. അതിനിടെ ഓഫീസിലെ ഫയലുകൾ വാരി വലിച്ചെറിയുകയായിരുന്നു. സ്ത്രീയെ പിന്നീട് പോലീസ് എത്തി പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് സ്ത്രീയുടെ 2 ബന്ധുക്കൾ ഓഫീസെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും പരാതിയുണ്ട്. സംഭവത്തിൽ നഗരസഭ സെക്രട്ടറി മുക്കം പോലീസിൽ പരാതി നൽകി. വോട്ടെണ്ണൽ ദിനമായ മെയ് 4 കോഴിക്കോട് ജില്ലയിൽ നിരാധനാജ്ഞ പ്രഖ്യാപിച്ചു. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ 144 പ്രഖ്യാപിക്കുമെന്നും നിയമം ലംഘിച്ചാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. ജില്ലയിൽ പടക്കം വിൽപ്പനക്കും നിരോധനം ഏർപ്പെടുത്തി. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള ആഘോഷങ്ങൾ, റാലികൾ, വലിയ ജാഥകൾ എന്നിവയ്ക്കും നിയന്ത്രണമുണ്ടാകും. രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ സഹകരിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. വോട്ടെണ്ണലിന് മുന്നോടിയായി കോഴിക്കോട് ജില്ലയിലെ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളിൽ ചട്ടലംഘനമില്ലെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പേരാമ്പ്ര, കൊയിലാണ്ട് വരണാധികാരികളെ മാറ്റിയിട്ടില്ലെന്നും സ്ട്രോങ് റൂമുകൾ തുറന്നിട്ടില്ലെന്നും കളക്ടർ അറിയിച്ചു. തിരുവനന്തപുരം മൃഗശാലയിലെ പെൺകടുവ ചത്തു. വയനാട്ടിൽ നിന്ന് പിടികൂടി പുനരധിവസിച്ചിരുന്ന കടുവ ശനിയാഴ്ച രാവിലെ 6 ചത്തത്. അക്യൂട്ട് ബ്രോങ്കോ ന്യൂമോണിയാണ് മരണകാരണമെന്ന് വെറ്റിനറി സർജൻ ഡോക്ടർ നികേഷ് കിരൺ അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയായി ചികിത്സയിലായിരുന്നു. കരൾ രോഗബാധ നേരത്തെ തന്നെ ഉള്ളതുകൊണ്ട് മരുന്നുകളോട് ശരീരം പ്രതികരിച്ചിരുന്നില്ല. 2025 ജനുവരിയിലാണ് ജനവാസ മേഖലയിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷനിലെ അമരിക്കുനി മേഖലയിൽ നിന്ന് ഈ കടുവയെ പിടികൂടുമ്പോൾ പരിക്കേറ്റ നിലയിലായിരുന്നു. കടുവയെ ചികിത്സിച്ച് ഭേദമാക്കിയെങ്കിലും കൊമ്പലുകൾ നഷ്ടപ്പെട്ടതിനാൽ കാട്ടിലേക്ക് തിരിച്ചുവിടാതെ മൃഗശാലയിൽ പുനരധിവസിക്കുകയായിരുന്നു. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഡോക്ടർ ഹരീഷ് സി, മൃഗശാല വെറ്റിനറി സർജൻ ഡോക്ടർ നികേഷ് കിരൺ എന്നിവരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വൈകിട്ട് 4 മൃതദേഹം ദഹിപ്പിച്ചു. മലിനജല പ്ലാന്റ് കരകവിഞ്ഞൊഴുകുന്നു. താളിക്കാവിൽ കുടിവെള്ളം മുട്ടി ദുർഗന്ധം അതിരൂക്ഷവും. കണ്ണൂരിൽ കിണറുകൾ മലിനമായി തുടർന്ന് താളിക്കാവിൽ കുടിവെള്ളം മുട്ടി. മഞ്ഞപ്പാലത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്കുള്ള പൈപ്പ് കടന്നുപോകുന്ന സമീപത്തെ വീടുകളിലെ കിണറുകളാണ് മലിനമായത്. താളിക്കാവ് പ്രദേശത്തുള്ളവർ കുടിവെള്ളം വില കൊടുത്തു വാങ്ങിയാണ് ഇപ്പോൾ വീടുകളിലും ഫ്ളാറ്റുകളിലും താമസിക്കുന്ന 50ഓളം കുടുംബങ്ങളെയും പ്രദേശത്തെ വ്യാപാരികളെയും മാലിന്യ പ്രശ്നം തീരാ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പ്രദേശത്തെ ആരാധനാലയത്തിലെ കിണറും മലിനമായെന്ന് പരാതിയുണ്ട്. റോഡിന്റെ മധ്യഭാഗത്തു കൂടി കടന്നുപോകുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കുള്ള പൈപ്പ് ലൈൻ വഴി വരുന്ന മലിനജലം മിക്ക സ്ഥലങ്ങളിലും പുറത്തേക്ക് ഒഴുകി റോഡിൽ കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുകയാണ്. വാഹനങ്ങൾ പോകുമ്പോൾ മാലിന്യം തെറിക്കുന്നത് കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമാണ്. കിണർ മലിനമായി തുടർന്ന് പ്രദേശത്തെ ഹോട്ടലുകളും പൂട്ടിയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണകാലത്തെ കൊടിയ അഴിമതി ഭരണത്തിന്റെ കെടുതികൾ ഇപ്പോഴും കണ്ണൂർ നഗരവാസികൾ അനുഭവിക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. നിലവിൽ വിജിലൻസ് അന്വേഷിക്കുന്ന മഞ്ചപ്പാലം ട്രീറ്റ്മെന്റ് പ്ലാന്റ് അഴിമതിയുടെ കെടുതിയിലാണ് താളിക്കാവിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കുള്ള മാലിന്യ പൈപ്പ് പൊട്ടി കിണറുകൾ മലിനമായി തുടർന്ന് കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് പ്രദേശത്ത്. വീട്ടുകാർ വില കൊടുത്ത് വെള്ളം വാങ്ങി കുടിക്കുകയാണ്. കാൽനട യാത്രക്കാർക്കും മാലിന്യം തെറിക്കുകയാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതിയുടെ തുടർച്ചയായ ഇപ്പോഴത്തെ ഭരണസമിതിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. നഗരം വൃത്തിഹീനമായി ജനങ്ങൾക്ക് കുടിക്കാൻ കുടിവെള്ളം പോലും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോർപ്പറേഷന്. മലിനജല പൈപ്പിലേക്ക് അനധികൃതമായി കൂടുതൽ കണക്ഷൻ കൊടുത്തായും ആരോപണമുണ്ട്. കക്കൂസ് മാലിന്യം പോലും പൈപ്പ് വഴി കടത്തിവിടുന്നു എന്നും പറയുന്നു. നഗരം കെടുകാര്യസ്ഥതയിൽ വലിയുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഭരണക്കാർക്കെതിരായ വലിയ ജനരോഷം വരും. ട്രീറ്റ്മെന്റ് പ്ലാന്റ് അഴിമതി അന്വേഷണം ത്വരിതഗതിയിലാക്കുന്നതൊപ്പം താളിക്കാവിലെ ജീവിത ദുരിതം പരിഹരിക്കാൻ കോർപ്പറേഷൻ അടിയന്തര നടപടിയെടുക്കണമെന്നും KK രാഗേഷ് ആവശ്യപ്പെട്ടു. കാലുപിടിച്ചും മാപ്പ് പറഞ്ഞും കയറിക്കൂടി ഇപ്പോൾ വിഷം തുപ്പുന്നു. നവാസ് വിഷയത്തിൽ ഫാത്തിമ തെഹ്ലിക്കെതിരെ MSF പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിക്കെതിരെ ഗുരുതര ആരോപണവുമായി MSF നേതാക്കൾ. MSF സംസ്ഥാന പ്രസിഡന്റും താനൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ PK നവാസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാതി നൽകിയതിലും വിഷയം വീണ്ടും ചർച്ചയാക്കിയതിലുമാണ് ഫാത്തിമയ്ക്കെതിരെ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഫാത്തിമ തെഹ്ലിയും മുസ്ലിം യൂത്ത് ലീഗ് നേതാവായ മുഹമ്മദ് തസ്നിയും നവാസിന്റെ പച്ചമാംസം കൊത്തിവലിക്കുകയാണെന്ന് MSF മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി VA വഹാബ് പറഞ്ഞു. സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലും വിഷയത്തിൽ നിന്നും താൻ പിന്നോട്ട് പോയിട്ടില്ലെന്ന് ഫാത്തിമ കഴിഞ്ഞ ദിവസം
ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതാണ് നവാസ് അനുകൂലികളായ MSF നേതാക്കളെ ചൊടിപ്പിച്ചത്. നവാസ് മത്സരിക്കുന്ന മണ്ഡലത്തിലെ വോട്ടറോട് നവാസിന്റെ വിഷയം ഉള്ളതാണെങ്കിലും പാർട്ടിയുടെ ഉള്ളിൽ തീരുമാനമാക്കിയതാണെന്ന് മുഫീദ അവകാശപ്പെടുകയും ചെയ്തു. നവാസിന്റെ വിഷയമുള്ളത് തന്നെയാണെന്ന് മുഫീദ സമ്മതിക്കുന്ന വാട്സപ്പ് ചാറ്റ് വഹാബ് പുറത്തുവിട്ടു. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നവാസിനെതിരെ വീണ്ടും നീക്കം നടത്തിയെന്ന് പിന്നിൽ മറ്റ് മാനദണ്ഡങ്ങളുണ്ടെന്ന് MSF നേതാക്കളുടെ ആരോപണം. നവാസിനെതിരെ പരാതി നൽകിയ ശേഷം മുസ്ലിം ലീഗ് നേതാക്കളുടെ കാല് പിടിച്ചും മാപ്പ് പറഞ്ഞും പാർട്ടിയിൽ കയറി കൂടിയായിരുന്നു ഫാത്തിമ ഉൾപ്പെടെയുള്ള ഹരിത നേതാക്കളെന്ന് വഹാബ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് അതിനുശേഷവും നവാസിനെതിരെ വീണ്ടും പത്തി വിടർത്തി വിഷം തുപ്പുന്നത് രാഷ്ട്രീയ നന്ദികേടിന്റെ പാരമ്പര്യമാണ്. വിഷയം നവാസ് അവസാനിപ്പിക്കണമെന്ന ലീഗ് നേതൃത്വത്തിന്റെ വാക്കിനെ പരസ്യമായി വെല്ലുവിളിക്കാൻ കൂടിയാണ് ഫാത്തിമ ചെയ്തത്. സംസ്ഥാനങ്ങൾക്കും മാധ്യമ കവറേജിനും സോഷ്യൽ മീഡിയ ലൈക്കിനും വേണ്ടി സ്വന്തം സഹപ്രവർത്തകനെ പിന്നിൽ നിന്നും കുത്തുന്ന ഈ നിഷ്കൃഷ്ട മനസ്സ് മാരകമായൊരു മനോരോഗമാണ്. കാലം ഇതിന് മറുപടി നൽകുമെന്നും വഹാബ് പോസ്റ്റിൽ പറഞ്ഞു. ഗാർഹിക സിലിണ്ടറിനും വില കൂട്ടിയേക്കും. അങ്ങനെയെങ്കിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകും. പാചകവാത സിലിണ്ടറുകൾ ലഭ്യമാക്കുന്നതിൽ പ്രതിസന്ധി നിലനിൽക്കെയാണ് വില കൂട്ടിയേക്കുമെന്ന സൂചനകൾ വരുന്നത്. നഗരമേഖലയിൽ താമസിക്കുന്നവർക്ക് സ്ഥലപരിമിതി മൂലം വിറകടുപ്പിലേക്ക് മാറാനുള്ള സാഹചര്യവുമില്ല. കേരളം ഉൾപ്പെടെ 5ഇടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില കുത്തനെയാണ് കേന്ദ്ര സർക്കാർ കൂട്ടിയത്. 19 കിലോ വരുന്ന LPGക്ക് 993 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്.